ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പ്രോസസ്സ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്നത്രയും ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാം. നിങ്ങളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. പ്ലേലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ. അതേ ഓർഡറിലായിരിക്കും പ്ലേലിസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തതും ഫസ്റ്റ് വരും, ലാസ്റ്റ് ആഡ് ചെയ്തത് ലാസ്റ്റ് വരും. ഓക്കെ, ആ ഓർഡറിൽ എപ്പോഴും ചെക്ക് ചെയ്യണേ ഏതെങ്കിലും വീഡിയോസ് മിസ്സായിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്ചറൈസേഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, കേട്ടിട്ടുള്ളതാണ് എല്ലാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കേൾക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റ്സ് നമുക്ക് അധികം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മൈക്രോബ്സിനെ കില്ല് ചെയ്യാൻ പറ്റുന്നില്ല അല്ല, ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഫുഡ്സിനകത്തും അതുപോലെ തന്നെ ഡ്രിങ്ക്സിനകത്ത്, അതായത് മിൽക്കിനകത്ത്, ജ്യൂസിനകത്ത്, ക്യാൻഡ് ഫുഡ്സിനകത്ത്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡാണ് ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് അത് ലിക്വിഡ്സിൽ മാത്രമേ ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്യാൻഡ് ഫുഡ്സിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പണ്ട് കാലത്ത് ലിക്വിഡ് ഫുഡ്സിൽ മാത്രമാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ ലിക്വിഡ് ഫുഡ്സ് മാത്രമല്ല മറ്റുള്ള ഫുഡ്സിലും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ ഇതിനകത്ത് എന്താ മെയിനായിട്ട് ഹീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം നമ്മുടെ അവിടെ ഹോൾഡ് ചെയ്യാണ് അല്ലേ. പലതരം പാസ്ചറൈസേഷൻ ഉണ്ട്. ഓരോ മെത്തേഡിനനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കീപ്പിംഗ് ടൈമും അതുപോലെ തന്നെ ടെമ്പറേച്ചറും വ്യത്യാസമാവുന്നു. അങ്ങനെ നമ്മൾ ഈ ഹീറ്റിനകത്ത് നമ്മുടെ ഏതാണോ ഫുഡ് ഐറ്റം അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്താണ്, ആ ഒരു കംപ്ലീറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, കോക്സിയെല്ല ബർണറ്റി അല്ലെങ്കിൽ ബർണറ്റൈ എന്ന് പറയുന്ന ഓർഗാനിസം എന്താണ്, ക്യൂ ഫീവർ കോസ് ചെയ്യുന്നുള്ള ഒരു ഓർഗാനിസം ആണ് അല്ലേ. ഇതെന്താണ്, പാസ്ചറൈസേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുള്ള ഒരു ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് കോക്സിയെല്ല ബർണറ്റൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ എന്താണ്, എവിടെയെങ്കിലും നമുക്ക് ഇൻ പാസ്ചറൈസേഷൻ ഇറ്റ് കിൽസ് ഓൾ ദ പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. ഓക്കെ, അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ് ആയി പോകും അല്ലേ. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ അതും എക്സാം ഹോളിലൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ അല്ലേ, എല്ലാത്തിനെയും കില്ല് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ ഇവിടെ ഇത് ഓർക്കണേ, കോക്സിയെല്ല ബർണറ്റൈ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, എല്ലാത്തിനെയും അതിന് കില്ല് ചെയ്യുന്നുണ്ടോ? ഇല്ല, എല്ലാത്തിനെയും കില്ല് ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ലോഡ് കുറയ്ക്കാം എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. എന്താണ്, മൈക്രോ ഓർഗാനിസത്തിന്, അതായത് വയബിൾ ആയിട്ടുള്ള പാത്തജൻസിനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ് എയിം. പക്ഷേ മൊത്തത്തിന് നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ മാത്രമല്ല, ഈ പാസ്ചറൈസേഷൻ നമ്മൾ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൂടെ നടക്കുന്നുണ്ട്, എൻസൈംസ് ഉണ്ട്, എൻസൈംസിൻ്റെ ഡീആക്ടിവേഷൻ കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള സ്പോയിലേജ് ഓഫ് മിൽക്ക് കോസ് ചെയ്യുന്നുള്ള ചില എൻസൈംസ് ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ കില്ല് ചെയ്യാനും ഡീനേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞിരിക്കുന്ന പാസ്ചറൈസേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ. ഇനി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമുക്കറിയാം ആരാണ്, ലൂയിസ് പാസ്ചർ ആണ് ഇതിന് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ലൂയിസ് പാസ്ചർ ആണ്. ഏത് ഇയർ ആണെന്ന് കൂടി ഓർത്ത് വെച്ചോളൂ, 1864 ആണ്. 1864 ലൂയിസ് പാസ്ചർ ആണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത്. പ്രധാനമായിട്ടും ഇദ്ദേഹം എന്താണ്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ബിയർ അതുപോലെ തന്നെ വൈൻ പോലുള്ള ബിവറേജസ് അതുപോലുള്ള പ്രൊഡക്ട്സിനെയൊക്കെ എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഇതിനകത്തൊക്കെ നമ്മൾ ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സ് ആണ്, അതിനകത്തൊക്കെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്ലേവറൊക്കെ കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ മെയിൻ ഉദ്ദേശം എന്താണ്, പാത്തജനിക് മൈക്രോ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മൈക്രോബിയൽ ലോഡ് അവിടെ കുറക്കുക, ലോവറിങ് ദ മൈക്രോബിയൽ നമ്പേഴ്സ്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് കുറച്ച് കൂട്ടി വെക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാസ്ചറൈസേഷൻ യൂസ് ചെയ്തത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ലൂയിസ് പാസ്ചർ 1864 ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ അത് ബിയറിലും വൈനിലുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓർക്കുന്നൊരു പേരാണ് മിൽക്ക് എന്നല്ലേ. അപ്പോൾ ഡയറി ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ചില ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയിലൊക്കെ ഫുഡ് സേഫ്റ്റിക്കും ഫുഡ് പ്രിസർവേഷനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഹിസ്റ്ററി പറയാനുള്ളത്. ഓക്കെയാണ്, ലൂയിസ് പാസ്ചർ ആണ്, 1864 ആണ്. ബിയറും വൈനുമാണ് അതിനകത്താണ് ആദ്യം ചെയ്തത്. പിന്നീട് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ്. ഏറ്റവും കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നത് ഡയറി ഇൻഡസ്ട്രിയാണ്. ഇനി ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ എല്ലാ പാത്തജനെയും കില്ല് ചെയ്യണം എന്നതാണ് ഒബ്ജക്റ്റീവ് അല്ലേ. നമ്മുടെ ആഗ്രഹം അതാണ്, ഒബ്ജക്റ്റീവ് അതാണ്, ഉദ്ദേശം അതാണ്. പിന്നെ മിൽക്കിനകത്ത് വരുന്നുള്ള എല്ലാ സ്പോയിലേജ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനെയും പാത്തജനിക് മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യണം എന്നാണ് ഒരു ഉദ്ദേശം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി, നമ്മളിപ്പോൾ പറഞ്ഞ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ മിൽക്കിൻ്റെ
കീപ്പിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം, ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഒന്ന് വരുന്നുള്ളത് എന്താണ്, നമ്മുടെ എന്താണ് നമുക്കിപ്പോൾ മിൽക്കിനകത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, അൺഡിസൈറബിൾ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുക, പാത്തോജൻസിനെ കില്ല് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എന്തെന്ന് പറയുന്നത് ഉദ്ദേശമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എഫിഷ്യൻസി, നമ്മുടെ ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഇപ്പോൾ നമ്മൾ എഫിഷ്യൻസി, അതായത് നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മൈക്രോ ഓർഗാനിസം ആ മിൽക്കിനകത്ത് ഉണ്ട്. അതായത് എന്താണ് ആ മിൽക്കിനകത്തുള്ള മിൽക്ക് തന്നെ മാത്രമല്ല കേട്ടോ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മിൽക്ക് വരുന്നുണ്ടെങ്കിലും എല്ലാ ഫുഡ് പ്രൊഡക്ട്സിലും നിങ്ങളത് ഇത് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്താണ് ആ ഫുഡ് പ്രൊഡക്ട്സിനകത്ത് എത്രത്തോളം മൈക്രോബിയൽ ലോഡ് ഉണ്ട്, പിന്നെ എത്ര ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്, എത്ര ടൈമാണ് അത് നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളത്, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസം സ്പോർ ഫോമേഴ്സ് ആണോ അതോ തെർമോഡ്യൂറിക് ആണോ, അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പാസ്ചറൈസേഷൻ്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദ പെർസെൻറ്റേജ് റിഡക്ഷൻ ഓഫ് നമ്പേഴ്സ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓഫ് പാസ്ചറൈസേഷൻ. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ടൈം ഓഫ് പാസ്ചറൈസേഷൻ, ഹോൾഡിംഗ് ടൈം എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോബിയൽ ലോഡ്, ആ മൈക്രോബിയൽ ലോഡ് എത്രയാണ്, ഇനി ആ മൈക്രോബിയൽ ലോഡിനകത്ത് സ്പോർ ഫോമേഴ്സ് ഉണ്ടോ, തെർമോഡ്യൂറിക് എന്ന് പറയുന്നുള്ള ടീംസ് ഉണ്ടോ, ഇതിനൊക്കെ നോക്കിയിട്ടാണ് എഫിഷ്യൻസി പറയുന്നുള്ളത്. ഓക്കെയാണ്. ഇനി മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് തന്നെ അറിയാം. ഒന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള LT തെർമൈസേഷൻ. ഞാനൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കണേ ആൾക്കാർ, നോക്കാത്തവരുണ്ടെങ്കിൽ തെർമൈസേഷൻ കൂടി നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതാണ്, ഞാൻ ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി റെഫർ ചെയ്യുക. അഫ്ലാടോക്സിൻ എന്ന് പറയുന്നില്ല, ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് നോക്കണേ. ഓക്കെ, ഞാൻ ചെയ്യുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് കൂടി ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ബയോ കെമിസ്ട്രീൻ്റെ റിവിഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പാസ്ചറൈസേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയുമ്പോൾ ഒന്നാണ് LT കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ലോ ടെമ്പറേച്ചർ ലോങ് ടൈം അല്ലേ, ലോങ് ടൈം ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ ലോങ് ടൈം വെക്കുകയാണ്. അതായത് ഒരു 63 ഡിഗ്രി സെൽഷ്യസ് നമ്മളൊരു 30 മിനിറ്റ്സ് ഒക്കെ വെക്കുകയാണ്, 33 മിനിറ്റ്സ് ഒക്കെ വെക്കുകയാണെന്ന് നമ്മൾ LT എന്ന് പറയാം. ഇനി ഇതിന് തന്നെ 63 ഡിഗ്രി സെൽഷ്യസ് നമ്മളോട് ഡിഗ്രി സെൽഷ്യസിലല്ല ഫാരൻഹീറ്റിലാണ് ചോദിക്കുന്നതെങ്കിലോ 145 ഡിഗ്രി ഫാരൻഹീറ്റ്. LT അറിയപ്പെടുന്ന മറ്റുള്ള പേരുണ്ട്. ഒന്ന് ബാച്ച് പാസ്ചറൈസേഷൻ എന്നറിയപ്പെടും. എന്താണ് ബാച്ച് പാസ്ചറൈസേഷൻ എന്നറിയപ്പെടും. പിന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബാച്ച് പാസ്ചറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ LT ആണ്. ഓക്കെ, ടിപ്പിക്കലി ഇത് ഹോം പാസ്ചറൈസേഷൻ മെത്തേഡ് തന്നെയാണ്. 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യും, എന്നിട്ട് ഇതിനെ നമ്മൾ കൂൾ ചെയ്യും അല്ലേ, ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ കൂൾ ചെയ്യും വേണം. അത് 39 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ കൂൾ ചെയ്യുക. അപ്പോൾ ഫാരൻഹീറ്റ് അത് പഠിച്ചു വെക്കുക, ടൈമും ടെമ്പറേച്ചറും പഠിച്ചു വെക്കുക, മറ്റുള്ള പേരായിട്ടുള്ള ബാച്ച്, വാറ്റ്. പിന്നെ കൂൾ ചെയ്യുന്നത് എത്ര ടെമ്പറേച്ചറിലേക്കാണ്, 39 ഡിഗ്രി സെൽഷ്യസിലാണ് കൂൾ ചെയ്യുന്നുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നുണ്ടല്ലോ LT പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സാധനം കൂടി ഉള്ളതാണ് HTST എന്ന് പറയും, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം അല്ലേ. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് വ്യത്യാസം എന്താണ്, LTനേക്കാളും ഹൈ ടെമ്പറേച്ചറാണ്, അവിടെ ലോ ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്രയാണ്, ഒരു 72 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും. പിന്നെ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ്സ് ആണ് അല്ലേ. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 15 സെക്കൻഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ്, അതിനെയാണ് നമ്മൾ HTST എന്ന് പറയുക. ഓക്കെ, HTST. പിന്നെ ഇവിടെ നമ്മൾ പറയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫ്ലാഷ് പാസ്ചറൈസേഷൻ. എന്താണ് ഫ്ലാഷ് പാസ്ചറൈസേഷൻ? അപ്പോൾ ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ HTST ആണ്. 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ് ആണ്. ഇനി ഇതിൻ്റെ ഫാരൻഹീറ്റ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക, 161 ഡിഗ്രി ഫാരൻഹീറ്റ്. എന്നിട്ട് ഇതിന് എത്ര ഡിഗ്രിയിലേക്കാണ് കൂൾ ചെയ്യുന്നത്, 10 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ഇവിടെ 39 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് കൂൾ ചെയ്തത്. ഇപ്പോൾ HTSTയിലാകുമ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിലോട്ടാണത് കൂൾ ചെയ്ത് വരുന്നുള്ളത്. അതാണ് HTSTനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ് നമ്മൾ ഡയറി പാസ്ചറൈസേഷനിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന HTST മെത്തേഡാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ മിൽക്കിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനകത്ത് പാസ്ചറൈസ്ഡ് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിനർത്ഥം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് HTST മെത്തേഡ് എന്നാണ്. ഓക്കെ, പാസ്ചറൈസ്ഡ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം HTST മെത്തേഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് HTSTയുടെ ടൈമിലും ടെമ്പറേച്ചറിലും വെച്ചിട്ടെന്നാണ് അതിനർത്ഥം.
ഓക്കെ ആണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ UHT അല്ലേ. UHT നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ് അല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ 140 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് സെക്കൻഡ്സ് അല്ലേ, 2 to 4 സെക്കൻഡ്സ് ഒക്കെ നമ്മൾ വെക്കുന്നുള്ളൂ. എത്രയാണ് 140 ഡിഗ്രി സെൽഷ്യസിൽ 1 to 4 സെക്കൻഡ്സ്. ഇത് നമ്മൾ 138 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ കാണാറുണ്ട് കേട്ടോ. ആ ഒരു റേഞ്ചിലാണ് UHT വരുന്നുള്ളത്. UHT വരുന്നുള്ളത് എന്താണ് 140 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ്. അത് എത്രയാണ് 2 to 4 സെക്കൻഡ്സിലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് UHT കഴിഞ്ഞിട്ട് കിട്ടുന്നുള്ള മിൽക്കിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെട്രാ പാക്കിലൊക്കെയാണ് അതിനെ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് റെഫ്രിജറേഷൻ പോലും ഇല്ലാണ്ട് 30 days ഒക്കെ നമുക്ക് എന്താണ് റൂം ടെമ്പറേച്ചറിൽ അതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. 30 days ഒക്കെ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. എന്തിന്? റെഫ്രിജറേഷൻ പോലും ചെയ്യാണ്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ മിൽക്ക് അൾട്രാ പാസ്ചറൈസ്ഡ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ UHT എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനത്തെ മിൽക്കാണെങ്കിൽ നമുക്ക് റെഫ്രിജറേഷൻ പോലും ചെയ്യേണ്ട. സാധാരണ എന്താണ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ 30 days ഒക്കെ വെക്കാം. ടെട്രാ പാക്കിംഗ് ചെയ്തിട്ടുള്ള മിൽക്കിൻ്റെ പാക്കറ്റിലൊക്കെയാണ് ഇത് കാണാറുള്ളത്. ഓക്കെ. പിന്നെ മോസ്റ്റ് കൊമേഴ്ഷ്യൽ മിൽക്ക് ബ്രാൻഡ്സ് യൂസ്ഡ് ദിസ് ഫോം ഓഫ് പാസ്ചറൈസേഷൻ. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എല്ലാ മിൽക്ക് ബ്രാൻഡും നമ്മൾ കേട്ടിട്ടുണ്ടാവും. നന്ദിനി ഉണ്ട്, അമൂലുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റ് അല്ലേ, പിന്നെ ഏതായിരുന്നു നമ്മുടെ മിൽമ, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഉണ്ട്. മിൽക്കി മിസ്റ്റ് തന്നെയല്ലേ? തെറ്റിയിട്ടുണ്ടാവും കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് പഠിക്കണേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ആ ബ്രാൻഡ്സിനകത്തൊക്കെ ഇതുപോലുള്ള പാസ്ചറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്വിക്കായിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലേ, ചെറിയ ടൈമിനകത്ത് ചെയ്തു. അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് പാസ്ചറൈസേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത് എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലായാലോ. നമ്മുടെ ഫുഡ് ടെക്നോളജിയിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്സാണ് ഇതൊക്കെ. നമുക്കിനി അടുത്തതായിട്ട് ക്യാനിങ് ആണ് നോക്കാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തായാലും ഇത്രയും ചെയ്തു തരുന്നതല്ലേ, അപ്പോൾ അതിന് ഒരു ലൈക്ക് അത്രയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ ക്യാനിങ് ആണ് പറഞ്ഞത് അല്ലേ. ക്യാനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇതും ഒരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ് അല്ലേ. നമ്മൾ സിലബസിനകത്ത് പ്രിസർവേഷൻ മെത്തേഡ്സിനകത്ത് ഇതൊക്കെ വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ഫുഡ് കണ്ടൻസിനെ പ്രോസസ്സ് ചെയ്തിട്ട് സീൽ ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിന്, അതിപ്പോൾ ജാറാവാം, അല്ലെങ്കിൽ സ്റ്റീൽ ക്യാൻസ് ആവാം, അല്ലെങ്കിൽ ടിൻ ക്യാൻസ് ആവാം, ഗ്ലാസ് ബോട്ടിൽസ് ആവാം. അങ്ങനെയുള്ള ആ ജാർസിനകത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിനകത്തേക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് സീൽ ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാനിങ് എന്ന് പറയുക. ഈ ക്യാനിങ് നമ്മളിങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് ഇയേഴ്സ് 1 to 5 years ഒക്കെ നമുക്കതിൻ്റെ ഷെൽഫ് ലൈഫ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അതായത് എന്താണ് നല്ല വൃത്തിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ വെക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 1 to 5 years ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അപ്പട്ടൈസേഷൻ എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ അപ്പട്ടൈസേഷൻ എന്ന് പറയുന്ന വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത്? അപ്പേർട്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടുപിടിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അപ്പട്ടൈസേഷൻ കൂടി എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡാണ് എന്താണ് ക്യാനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കോളാസ് അപ്പേർട്ടാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അപ്പട്ടൈസേഷൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. നിക്കോളാസ് അപ്പേർട്ട്, ഈ പേരും നമ്മളന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് നമുക്കറിയാം ഇപ്പോൾ ക്യാനിങ് ഫുഡ് പ്രിസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ്? നമ്മൾ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളത്? അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിനകത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് നിർത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ കേസിൽ പറഞ്ഞു ഓട്ടോലൈസിസ് നടക്കുമെന്ന് പറഞ്ഞു, അല്ല മീറ്റിൻ്റെ ഒക്കെ കേസിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എൻസൈംസ് ഉണ്ട്. അപ്പോൾ ഈ എൻസൈംസിൻ്റെ ആക്ഷൻ, എൻസൈംസിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫുഡ് സ്പോയിലാവാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്ന് മൈക്രോ ഓർഗാനിസം, പിന്നെ ഒന്ന് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി മൂലം, പിന്നെ ഓക്സിജൻ അല്ലേ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതുമൂലം നമുക്ക് ഒരുപാട് എന്താണ് ഫുഡ് സ്പോയിലായി പോകുന്നുണ്ട്. പിന്നെ മോയ്സ്ചറിൻ്റെ ലോസ് മൂലം ഫുഡ് സ്പോയിലായി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്താണ് മെയിനായിട്ട് ഫുഡ് സ്പോയിൽ ആകാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാനിങ് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത്? ഒന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു കണ്ടെയ്നേഴ്സിനകത്താണ് നമ്മളെ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ലിഡൊക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻട്രി നമുക്ക് ഇല്ലാണ്ടാക്കാം അല്ലേ. എന്താണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻട്രി നമുക്കിവിടെ ഇല്ലാണ്ടാക്കാം. ഓക്കെ. അങ്ങനെ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്ത് അപ്പോൾ സീലിംഗ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കറക്റ്റായി ചെയ്തില്ലെങ്കിൽ എന്താണ് മൈക്രോ ഓർഗാനിസത്തിന് നല്ല വഴിയായിരിക്കും അവിടെ ഉണ്ടാവുക. അവർക്ക് തോന്നുമ്പോൾ വരാനും പോകാനൊക്കെ അവിടെ സാധിക്കും. ഓക്കെ. പിന്നെ എന്താണ് ബയോളജിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് അതിനകത്ത്.
നമ്മളിപ്പോൾ കെമിക്കൽ പ്രോസസ്സസും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോസസ്സൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഈ കണ്ടെയ്നറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു എന്താണ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടെയ്നർ ഉണ്ടാക്കിയിരിക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്, സ്റ്റോർ ചെയ്യേണ്ടി വരാറുണ്ട്. ആ സമയത്തൊക്കെ നല്ല കണ്ടെയ്നർ അല്ലെങ്കിൽ എന്താണ് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീൽ കണ്ടെയ്നേഴ്സാണ് അല്ലേ. നമുക്കിപ്പോൾ കുപ്പിയൊന്നും ആലോചിച്ചൊക്കെ, ഗ്ലാസ് ബോട്ടിൽസ് ഒന്നും ആലോചിച്ചൊക്കെ, പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് സ്റ്റീൽ കണ്ടെയ്നേഴ്സാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ടിൻ ഫ്രീ ആയിട്ടുള്ള ടിൻ പ്ലേറ്റ്, അതുപോലെ തന്നെ ടിൻ ഫ്രീ സ്റ്റീല്, നിക്കൽ പ്ലേറ്റഡ് സ്റ്റീല്, അങ്ങനെ പലതരത്തിലുള്ള എന്താണ് നമ്മൾ മെറ്റീരിയൽസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഈ ടിന്നിൽ തന്നെ നമ്മൾ നിക്കൽ വെച്ച് കോട്ട് ചെയ്തത്, അതുപോലെ തന്നെ ടിൻ ഫ്രീ സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റീൽ കോട്ടഡ് വിത്ത് വെരി തിൻ ഫിലിം ഓഫ് ടിന്ന്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ക്യാൻസ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് എമൗണ്ട് ഓഫ് ടിൻ യൂസ്ഡ് ബീങ് ഓൺലി അബൌട്ട് 1.5% ഓഫ് ദ ക്യാൻസ് വെയിറ്റ്. ക്യാൻ്റെ വെയിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1.5% മാത്രമേ നമ്മൾ ടിൻ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, 1% ലെഡും അതുപോലെ തന്നെ 1% ലെഡ് നമ്മൾ കോട്ടിങ് ചെയ്യാറുണ്ട് ഈ കണ്ടെയ്നറിന്. അപ്പോൾ അതിനകത്ത് 1.5% ടിൻ വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ലെഡ് വെച്ചിട്ടാണ് കോട്ടിങ് ചെയ്യുന്നതെങ്കിൽ 1% ലെഡ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇത് നമ്മൾ മെയിനായിട്ട് റസ്റ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് ഓർത്ത് വെക്കണം. ടിൻ ആണെങ്കിൽ 1.5%, ഇത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ. ലെഡ് ആകുമ്പോൾ 1% ആണ് ഇവിടെ വരുന്നുള്ളത്. പിന്നെ ചില സമയത്ത് നമ്മൾ മീറ്റൊക്കെയാണ് പ്രിസർവ് ചെയ്യുന്നതെങ്കിൽ ഈ മീറ്റും നമ്മുടെ എന്താണ് കണ്ടെയ്നർ തമ്മിൽ എന്താണ് ഇൻട്രാക്ഷൻ വരും അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ കണ്ടെയ്നർ ആയിരിക്കും, അപ്പോൾ ആ കണ്ടെയ്നറായിട്ട് അവിടെ ഇൻട്രാക്ഷൻ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഓർഗാനിക് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ കണ്ടെയ്നറിനെ ഒന്ന് സീൽ ചെയ്യണം. എന്താണ് ഓർഗാനിക് മെറ്റീരിയൽ വെച്ചിട്ട്? സാധാരണ നമ്മൾ ആസിഡ് റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ സൾഫർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടിങ്സ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് 2 ഓർഗാനിക് കോട്ടിങ്സ് ആണുള്ളത്. ഒന്ന് ആസിഡ് റെസിസ്റ്റൻറ്റ്, ഒന്ന് സൾഫർ റെസിസ്റ്റൻറ്റ്. ആസിഡ് റെസിസ്റ്റൻറ്റ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഫ്രൂട്ട്സൊക്കെ പ്രിസർവ് ചെയ്യുമ്പോഴാണ് ആസിഡ് റെസിസ്റ്റൻറ്റ്. മീറ്റൊക്കെ പ്രിസർവ് ചെയ്യുമ്പോൾ സൾഫർ റെസിസ്റ്റൻ്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിലൂടെ എന്താണ്, ഒന്ന് നമ്മുടെ ഫുഡ് ഡയറക്റ്റായിട്ട് നമ്മുടെ മെറ്റലുമായിട്ട് കോണ്ടാക്റ്റ് വരില്ല. അപ്പോൾ അല്ലെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഡിസ്കളറേഷനൊക്കെ ഉണ്ടാവും അല്ലേ. അവർ തമ്മിൽ കോണ്ടാക്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്കളറേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലുള്ള ഡിസ്കളറേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള കോട്ടിങ് കൊടുക്കാം. അപ്പോൾ സൾഫർ കോട്ടിങ്ങും അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, സൾഫർ കോട്ടിങ്ങും അതുപോലെ തന്നെ എന്തായിരുന്നു സൾഫർ കോട്ടിങ്, അതുപോലെ തന്നെ ആസിഡ് റെസിസ്റ്റൻറ്റും സൾഫർ റെസിസ്റ്റൻറ്റും, അതാണ് നമ്മൾ പറഞ്ഞത്. സൾഫർ റെസിസ്റ്റൻറ്റ് നമ്മൾ മീറ്റിനാണ് കൊടുക്കാറുള്ളത്. ആസിഡ് ആകുമ്പോൾ ഫ്രൂട്ട്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി സ്റ്റീൽ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ സ്റ്റീൽ കണ്ടെയ്നേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് പറയാം. ഈ സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് അല്ലെ. ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ ഹൈ കണ്ടക്ടിവിറ്റി ഹീറ്റാണ്. അതിന് നല്ല കണ്ടക്ടിവിറ്റി ഉണ്ട്. ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, സ്റ്റീലിനുണ്ട്, ഹീറ്റ് കണ്ടക്ടിവിറ്റി. അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവോ, ഇല്ല, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. കനോട്ട് ബി ഈസിലി ബ്രോക്കൺ, കാണ്ട് ബ്രേക്ക് എന്ന് ഞാൻ ഇതാട്ടോ, കനോട്ട് ബി ഈസിലി ബ്രോക്കൺ, അതും ഒരു ഇതാണ്. പിന്നെന്താണ്, ഒപ്പാക്ക് ആണ് അല്ലേ, സാധനം ഒപ്പാക്ക് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ. ട്രാൻസ്പെറൻ്റ് ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ ട്രാൻസ്പെറൻ്റ് അല്ല, ഒപ്പാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ എഫക്റ്റ് ഒന്നും വരില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചില ഫുഡ് പ്രൊഡക്ട്സിന് ഡയറക്റ്റ് സൺലൈറ്റ് വന്നിട്ട് എക്സ്പോഷർ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ അതിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഈ ക്യാൻഡ് ഫുഡിലേക്ക് നമ്മൾ എന്തെങ്കിലും തെർമൽ പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ കൂളിങ്ങോ മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ആ അപ്പം ഉണ്ടാകുന്ന ആ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഈ സ്റ്റീലിന് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തായാലും അപ്പം ഉണ്ടാകുന്നുള്ള പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ സ്റ്റോറേജ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ഈ സമയത്തൊക്കെ ഇതിനെന്താണ് ഏബിൾ ടു എന്താണ് വിത്ത്സ്റ്റാൻഡ് അല്ലേ, ഒരു പ്രശ്നമില്ലാണ്ട് അത് ആ കണ്ടെയ്നർ അതുപോലെ തന്നെ നിൽക്കാറുണ്ട്. പിന്നെ മറ്റുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, എങ്കിലും സ്റ്റീൽ കണ്ടെയ്നേഴ്സാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അലുമിനിയം കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ മറ്റുള്ള മെറ്റൽസ് വെച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെയാണ്. ഇനി നമ്മൾ ഈ ക്യാനിൽ നിന്നുള്ള ഫുഡ്സിനെ നമ്മൾ 3ആയി തരംതിരിക്കും. ഒന്ന് ലോ ആസിഡ് ഫുഡ്, ലോ ആസിഡ് ഫുഡ്, പിന്നെ ആസിഡ് ഫുഡ്സ്, പിന്നെ ഹൈ ആസിഡ്. ലോ ആസിഡ്, ഹൈ ആസിഡ്, അതുപോലെ തന്നെ ആസിഡ് ഫുഡ്. ലോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റ് അല്ലേ, ഇതിനകത്തൊന്നും അത്ര ആസിഡ് ഇല്ല. മീറ്റ്, ഫിഷ്, പോൾട്രി, അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ്, ഇതൊക്കെ എത്രയാണ്, ഒരു 4.6 to 6.9 അല്ലേ ലോ ആസിഡ്. ഹൈ ആസിഡ് അല്ല, ഒരു 5 തൊട്ട് 7 വരെ. അപ്പോൾ ലോ ആസിഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിനൊക്കെ എന്താണ് നമ്മൾ പറയുക, ഇതുപോലെയുള്ള ഈ ഫുഡ് പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ ലോ ആസിഡ് ഫുഡ്സ് എന്ന് പറയും. പിന്നെ ആസിഡ് ഫുഡ്സ് എന്ന് പറയാറുണ്ട്. ആസിഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഈ 4.6 താഴെ വരുന്നതായിരിക്കും. 4.6 താഴെ എന്ന് പറയുമ്പോൾ ഒരു 3.7 വരെ പോകും. അതാണ് ആസിഡ് ഫ്രൂട്ട്സ്. അത് നമ്മുടെ ഓറഞ്ച്, അതുപോലെ തന്നെ ടൊമാറ്റോ, പിയർ, അതുപോലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ആസിഡ് അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ടാണെന്ന് നമുക്ക് പറയാം. അതൊക്കെ അതിനകത്ത് പോവും, ഈ പറഞ്ഞിരിക്കുന്ന ആസിഡ്. നെക്സ്റ്റ് ഹൈ ആസിഡ് ഫുഡ് ഉണ്ട്. ഹൈ ആസിഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഈ 3.7 താഴെ ആയിരിക്കും pH വരിക. അതായത് ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ പിക്കിൾഡ് പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ജാം, ജെല്ലീസ്, ഇതൊക്കെ ഇതിനകത്ത് വരും, ഹൈ ആസിഡ് ഫുഡ്സിനകത്ത് വരും. ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ്, അറിഞ്ഞു വെക്കേണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. ലോ ആസിഡ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 4.6 തൊട്ട് 6.9 വരെ. പിന്നെ 3.7 തൊട്ട് 4.6 വരുന്നത് നമ്മുടെ ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, ആപ്രിക്കോട്ട്, അതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആസിഡ് ഫുഡ്സിൽ വരും. ഹൈ ആസിഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ 3.7 താഴെയാണ് pH വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഹൈ ആസിഡിലും താഴെയാണ് pH പോകുന്നുള്ളത്. പിന്നെ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റഡ് ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നുള്ളത്. പിക്കിൾഡ് പ്രൊഡക്ട്സ്, ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ നമ്മളിവിടെ ക്യാനിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് നമ്മുടെ എന്താണ് ജനറലി നമുക്കറിയാം എന്താണ് സൈക്രോട്രോപ്സ് എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻ്റ്, അത്രത്തോളം ഹീറ്റ് റെസിസ്റ്റൻ്റ് അല്ല അല്ലേ. ഹീറ്റ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ മീസോഫൈൽസിന് നമ്മുടെ സൈക്രോട്രോപ്സിനെക്കാളും ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് തെർമോഫൈൽസ് അല്ലേ. ഹീറ്റ് റെസിസ്റ്റൻസിൻ്റെ കേസിൽ അവരങ്ങനെയാണ് പോകാറുള്ളത്. പിന്നെ നമ്മുടെ എന്താണ് തെർമോഡ്യൂറിക് ബാക്ടീരിയ എന്താണെന്ന് നമുക്കറിയാലോ. അവർക്ക് എന്താണ് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും തെർമോഡ്യൂറിക്കിന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, തെർമോഫൈൽസിനെ പോലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അതാണ് തെർമോഫൈൽസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും എടുക്കുകയാണെങ്കിൽ, ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവും എടുക്കുകയാണെങ്കിൽ ഈ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് മോർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, മോർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഗ്രാം നെഗറ്റീവിനെ അപേക്ഷിച്ച് ഈ ഗ്രാം പോസിറ്റീവ് എന്താണ്, മോർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ തെർമോഡ്യൂറിക് ബാക്ടീരിയ നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ ഓക്കെ, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യാനിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നുള്ള മെത്തേഡ്സാണ്. ഒന്നാണ് ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡ്. എന്താണ്? ഒന്നാണ് ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെത്തേഡിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ആസിഡ് ഫുഡ്സ്, നമ്മളിപ്പോൾ പറഞ്ഞ എന്തായിരുന്നു നമ്മുടെ ഫെർമെൻറ്റഡ് ഫുഡ്സ്, അങ്ങനെയുള്ള ഫുഡ്സ്, ഹൈ ആസിഡ് ഫുഡ്സിനെയാണ് നമ്മൾ ഏത് ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡിലൂടെ ചെയ്യുന്നുള്ളത്. ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡിലൂടെ നമ്മൾ ക്യാൻ ചെയ്യുന്നുള്ളത് ഏതാണ്, ഹൈ ആസിഡ് ഫുഡ്സിനെയാണ്. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ, ഓക്കെ, ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡിനകത്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ സേഫ്ലി നമ്മുടെ ഫുഡിനെ പ്രോസസ്സ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് നമുക്ക് ടൊമാറ്റോസ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വിത്ത് ആഡഡ് വിനേഗർ, ഫെർമെൻറ്റഡ് ഫ്രൂട്ട്സ്. ഓക്കെ, ഹൈ ആസിഡ് ഫുഡ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ആരൊക്കെ ചെയ്യാം, ടൊമാറ്റോസ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, മറ്റുള്ള ഫ്രൂട്ട്സിന് ചെയ്യാം, അതുപോലെ തന്നെ ജാംസ്, ബട്ടർ, മാർമലേഡ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബോയിൽഡ് വാട്ടർ ബാത്ത് മെത്തേഡിനകത്ത് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റീം പ്രഷർ ക്യാനിങ് മെത്തേഡ്, സ്റ്റീം പ്രഷർ ക്യാനർ മെത്തേഡ്. ഓക്കെ, സ്റ്റീം പ്രഷർ ക്യാനർ മെത്തേഡാണ് നെക്സ്റ്റ് മെത്തേഡായിട്ട് വരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് 116 ഡിഗ്രി സെൽഷ്യസിലാണ് 160 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഫുഡിനെ നമ്മളിവിടെ പ്രോസസ്സിങ് ചെയ്യുന്നുള്ളത്. ഇവിടെ ലോ ആസിഡ് ഫുഡ്സ് ആണ് കേട്ടോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മളിപ്പോൾ കാറ്റഗറി പറഞ്ഞത്. ലോ ആസിഡ് ഫുഡ്സിനെയാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളത്. സോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 116 ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മളൊരു 36 to 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് അതിനെ കൂൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് 116 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ തെർമോഫിലിക് ബാക്ടീരിയാസ് ഒക്കെ നല്ലോണം അവിടെ എന്താണ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെയും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പെട്ടെന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ഇഫ് ദ ക്യാൻസ് ആർ കേസ്ഡ് അറ്റ് ടെമ്പറേച്ചർ ഓവർ 42 ഡിഗ്രി സെൽഷ്യസ് തെർമോഫിലിക് സ്പോയിലേജ് മേ ഒക്കർ. അപ്പോൾ തെർമോഫിലിക്കിന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരുന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുമ്പോഴും ഫുഡ് ഹാൻഡ്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോർട്ടബിൾ വാട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെയാണ്.
പിന്നെ എന്താണ് സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ് ഉണ്ട്. എന്താണ് ലാസ്റ്റാണ് സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് സൾഫേറ്റ് റിഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ പേരാണ് ഡീസൾഫോട്ടോമാക്യുലം എന്ന് പറയുന്നുള്ള സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ട്. അതെന്താണ് പുവർലി പ്രോസസ്സ് ചെയ്തിരിക്കുന്ന ക്യാൻഡ് ഫുഡ്സിലൊക്കെ എന്ത് കോസ് ചെയ്യും? ഇവർ സ്പോയിലേജ് കോസ് ചെയ്യും. എന്താണ് സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ആയിട്ടുള്ള ഡീസൾഫോട്ടോമാക്യുലം എന്ത് കോസ് ചെയ്യും? ഫുഡ് സ്പോയിലേജ് കോസ് ചെയ്യും. എവിടെ? പുവർലി പ്രോസസ്ഡ് ആയിട്ടുള്ള ക്യാൻഡ് ഫുഡ്സ് നമ്മൾ പ്രോപ്പർലി പ്രോസസ്സ് ചെയ്തിട്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? സ്പോയിലേജ് കോസ് ചെയ്യും. ഇവരുടെ പ്രസൻസ് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? H2S ഗ്യാസ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ട്. അതിൻ്റെ എന്തിൻ്റെ സ്മെല്ലാണ്? റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ക്യാൻഡ് ഫുഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സ്മെല്ല്, റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ബാക്ടീരിയ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് കോസ് ചെയ്യും? സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ് ഇവർ കോസ് ചെയ്യും. ഓക്കെ, സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് എന്നായിരുന്നു എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇതൊരു സ്പോയിലേജ് ആണ് കേട്ടോ, ഡിഫക്റ്റ് ആണ്. സൾഫർ സ്റ്റിങ്കർ സ്പോയിലേജ് കോസ് ചെയ്യുന്നതാണ് ഇവർ. പിന്നെ വേറൊരു ബാക്ടീരിയ ഉണ്ട്, അതാണ് ബാസിലസ് കൊയാഗുലൻസ്. എന്താണ്? ബാസിലസ് കൊയാഗുലൻസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സോർ ടേസ്റ്റ് വരില്ലേ നമ്മുടെ ആസിഡുള്ള ഫുഡ്സിനൊക്കെ? ഒരു സോർ ടേസ്റ്റ്, അതായത് ഫ്ലാറ്റ് സോർ സ്പോയിലേജ് ആണ് ഇവർ കോസ് ചെയ്യുന്നുള്ളത്. അതാണ് ബാസിലസ് കൊയാഗുലൻസ്. അപ്പോൾ ഇത്രയാണ് ക്യാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ ആണേ?